ബംഗ്ലാദേശിന് മാത്രമല്ല, പാകിസ്ഥാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൂട്ട്. പാകിസ്ഥാനുള്ള വിദേശ സഹായം അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്ന സഹായം നിലച്ചത്. ഇതേ തുടർന്ന് സാംസ്കാരിക പൈതൃക സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന പരിപാടിയായ അംബാസഡേഴ്സ് ഫണ്ട് ഫോർ കൾച്ചറൽ പ്രിസർവേഷൻ ഉൾപ്പെടെ പാകിസ്ഥാനിലെ മികച്ച പദ്ധതികളും മുടങ്ങിയതായാണ് റിപ്പോർട്ട്. ചരിത്രപരമായ കെട്ടിടങ്ങൾ, പുരാവസ്തു സൈറ്റുകൾ, മ്യൂസിയം ശേഖരങ്ങൾ, ലോകമെമ്പാടുമുള്ള തദ്ദേശീയ ഭാഷകളും കരകൗശല വസ്തുക്കളും പോലുള്ള പരമ്പരാഗത സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള വിദേശ ധനസഹായം കൊണ്ടാണെന്ന് പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസി പറയുന്നു. അമേരിക്കയുടെ ഈ തീരുമാനത്തെ തുടർന്ന് ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട 5 പദ്ധതികളും നിലച്ചതായി എംബസി പറയുന്നു. പവർ സെക്ടർ ഇംപ്രൂവ്മെന്റ് ആക്ടിവിറ്റി, പാകിസ്ഥാൻ പ്രൈവറ്റ് സെക്ടർ എനർജി ആക്ടിവിറ്റി, എനർജി സെക്ടർ അഡ്വൈസറി സർവീസസ്, ക്ലീൻ എനർജി ലോൺ പോർട്ട്ഫോളിയോ ഗ്യാരണ്ടി പ്രോഗ്രാം, പാകിസ്ഥാൻ ക്ലൈമറ്റ് ഫിനാൻസിംഗ് ആക്ടിവിറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങളാണ് അമേരിക്കൻ ധനസഹായമില്ലാതെ നിലച്ചിരിക്കുന്നത്. ആരോഗ്യം, കൃഷി, ഉപജീവനം, ഭക്ഷ്യസുരക്ഷ, വെള്ളപ്പൊക്കം, കാലാവസ്ഥ, വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളെയും പാകിസ്ഥാനിലെ ഭരണപ്രവർത്തനങ്ങളെയും അമേരിക്കയുടെ നീക്കം ബാധിച്ചു. മാത്രമല്ല, പാകിസ്ഥാനിലെ പദ്ധതികൾ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കുകയോ പ്രവർത്തനം തടസ്സപ്പെടുകയോ ചെയ്യുമെന്ന ഭയവും ജിയോ ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനുള്ള സഹായം നിർത്തലാക്കിയ സംഭവം ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സഹായങ്ങളും നിർത്താൻ ട്രംപ് തീരുമാനിച്ചത്. ജനുവരി 25 ശനിയാഴ്ച പുറത്തിറക്കിയ ഒരു കത്തിൽ രാജ്യത്ത് നിലവിലുള്ള എല്ലാ കരാറുകളും, ഗ്രാന്റുകളും, സഹായ പരിപാടികളും ഉടനടി നിർത്താൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അതിന്റെ പങ്കാളികൾക്ക് നിർദ്ദേശം നൽകി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബംഗ്ലാദേശ് കരാറുകൾക്ക് കീഴിൽ നൽകുന്ന സബ്സിഡികൾ, സഹകരണ കരാറുകൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ എന്നിവ ഉടനടി നിർത്താനോ താൽക്കാലികമായി നിർത്താനോ ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഇതിനകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാപ്പരായ ബംഗ്ലാദേശ് യുഎസിന്റെ ഈ തീരുമാനത്തെ തുടർന്ന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ പെട്ടെന്നുള്ള തീരുമാനം ബംഗ്ലാദേശിൽ യുഎസ് ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര സംഘടനകൾ ഉൾപ്പെടെയുള്ളവരിൽ കാര്യമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ രാജ്യമാണ് യുഎസ്. $72 ബില്യൺ സഹായമാണ് യുഎസ് നൽകിയത്.